ഇനി നമുക്ക് പാണ്ഡ്യൻ്റെ അവസാനത്തെ കലാശം, പാണ്ഡ്യയുടെ തീര് കലാശം. അപ്പോൾ തീര് കലാശം എന്ന് പറഞ്ഞാൽ സാധാരണ മേളങ്ങൾക്ക് തീര് കലാശം എടുക്കുക, പഞ്ചാരിയിൽ തീര് കലാശം എടുത്ത പോലെയാണ് സാധാരണ തീര് കലാശം എടുക്കേണ്ടത്. പാണ്ഡ്യയെ സംബന്ധിച്ചിടത്തോളം പാണ്ഡ്യയ്ക്കും ത്രിപുടയ്ക്കും, ത്രിപുടയിൽ പിന്നെ തീരെടുക്കാറുണ്ട്, പാണ്ഡ്യ കലാശിക്കണമെങ്കിൽ ഈ കൊട്ടുന്ന ത്രിപുട താളത്തിലുള്ള പാണ്ഡ്യയിൽ നിന്ന് ഇതിൻ്റെ ഒരു കീഴ്ക്കാലമായിട്ടുള്ള 3.5 അക്ഷരകാലത്തിലുള്ള ഒരു ത്രിപുടയിലേക്ക് കയറിയിട്ട് വേണം കലാശിക്കാൻ. അപ്പോൾ 3.5 അക്ഷരത്തിലേക്കുള്ള ത്രിപുടയിലേക്ക് കടക്കുമ്പോൾ ഇപ്പം നമ്മൾ കൊട്ടിയ ഡം നക്ക നക്കിട്ട് നക്ക നക്കിട്ട് നക്ക നക്കിട്ട് കിട്ടും നക്ക നക്കിട്ട് കിട്ടും നക്ക നക്കിട്ടും 2 പ്രാവശ്യം, നക്ക നക്കിട്ട് കിട്ടും 2 പ്രാവശ്യം. ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ത്രിപുടയിൽ നില കൊട്ടിയത്. കുഴമറിഞ്ഞ നിലയല്ല, ഇടനില കൊട്ടിയത്. അതിനെ ഓരോന്നാക്കി കഴിഞ്ഞാൽ മറ്റേ ത്രിപുടയായി. ഡം നക്ക നക്ക ഡം നക്ക നക്കിട്ട് കിട്ടും നക്ക നക്കിട്ടും നക്ക നക്കിട്ട് കിട്ടും. ഇങ്ങനെയാണ് 3.5 അടി ത്രിപുട പിടിക്കുന്നത്. അതിലേക്ക് കടക്കുന്ന കലാശത്തിനെ നമ്മൾ സാധാരണ പാണ്ഡ്യയുടെ തീരുകലാശം എന്ന് പറയാറുണ്ട്. ആ കലാശം അതെടുക്കുമ്പോൾ ഉള്ള ഒരു വ്യത്യാസം, ഇപ്പോൾ കൊട്ടിയ പോലെ തന്നെയാണ് കലാശം എടുക്കുക. പക്ഷേ കുഴ മറിച്ചിട്ട് കലാശത്തിന് കുമ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ നിവർന്ന് പല പ്രാവശ്യം കുമ്പിടുകയും നിവരും ചെയ്ത് ഇടകോലുകളില്ലാതെ തുടർച്ചയായിട്ട് കൊട്ടിയിട്ട് ഇടത്തെ കയ്യിൽ നിന്ന് ഊന്നി കൊട്ടുകയാണ്. പിന്നെ അമർത്തി കൊട്ടിയിട്ട് 3 താളവട്ടം അമർത്തി കൊട്ടിയാലാണ് ഒരു പ്രാവശ്യം ഇടത്തെ കൈ വീണ്ടും താളത്തിൻ്റെ അവസാനത്തെ അടിയിൽ വരിക. താളം 6 അടിയാണ് താളം പിടിക്കുക. 2, 3 എന്ന് പിടിക്കുന്നതിൻ്റെ 2 കഴിഞ്ഞിട്ട് ഒരു അടിയും കൂടി അടിച്ച് 6 അടി താളം പിടിക്കും. ഈ 6 അടിയിൽ 6ാമത്തെ അടിയിൽ നിന്ന് ഇടത്തെ കൈ ഊന്നി തുടങ്ങിയാൽ 3ാമത്തെ താളവട്ടത്തിൻ്റെ അവസാനത്തെ 6ാമത്തെ അടിയിൽ വീണ്ടും ഇടത്തെ കൈ താളത്തിൽ വരും. അവിടുന്ന് ഇപ്പോൾ നമ്മൾ കുഴമറിഞ്ഞ കലാശം എടുത്തതുപോലെ തന്നെ ഒരു താളവട്ടം മുഴുവനും അടുത്ത താളവട്ടത്തിൻ്റെ 2 അടി വരെയുള്ള നീളവും വെച്ചിട്ട് ഇതേ കലാശം എടുക്കുകയാണ് ചെയ്യുക. അതോട് കൂടിയിട്ട് ത്രിപുടയിലേക്ക് കടക്കും. അങ്ങനെയാണ് ഇതിൻ്റെ തീര് കലാശം എടുക്കുന്നത്. ഞാൻ ആ തീരിലേക്ക് കടക്കുന്ന ഭാഗം മാത്രം ഒന്ന് വായ്ത്താരി ചൊല്ലിയതിന് ശേഷം കൊട്ടിയാൽ മതി. കടക്കുന്ന ഭാഗം മാത്രം ആ ആരോഹണം അവരോഹണമൊക്കെ കൊട്ടുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ആ അവസാനത്തെ 3 താളവട്ടം അമർത്തി കൊട്ടിയതിന് ശേഷം ശരിക്കും ഞങ്ങൾ പറയാറുള്ളത് 4 താളവട്ടം അമർത്തി കൊട്ടി 5ാമത്തേൽ കലാശിക്കുക എന്നാണ് ഞങ്ങൾ പറയുക. സംഗതി അങ്ങനെയാണ് ചെയ്യുന്നതും. ഇത് ഞാൻ ഇടത്തെ പഠിപ്പിക്കുന്ന ഒരു പരിചയത്തിൻ്റെ മുകളിലാണിത് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ കുഴമറിഞ്ഞ കലാശം എടുക്കുമ്പോൾ അഡ നനകട്ട് കിടട്ട 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 കനക്കട്ട് 2ാമത്തെ താളവട്ടത്തിലാണ് വരുന്നത്. ഇതേ നീളം ഈ ഇടത്തെ കയ്യുമെന്ന് അങ്ങോട്ട് കുഴമറിച്ചാൽ കലാശത്തിൻ്റെ നീളം പാകാവും. ആ ഭാഗം ഞാനൊന്ന് പറയാം. ഇടത്തെ കൈ ഊന്നിക്കൊട്ടുന്ന ഭാഗം മുതൽ മാത്രം 6 അടി. കിടട്ട 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 കണക്കട്ട കിടട്ട കിടട്ടം തകർത്താം. അപ്പോൾ ഡെമോൺസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് പറയുമ്പോൾ 4 താളവട്ടം കഴിഞ്ഞ് 5ാമത്തേൽ കലാശിക്കുക എന്ന് പറഞ്ഞാൽ മതി. ഞാൻ ഇവിടെ എൻ്റെ കുട്ടികൾ പാണ്ഡ്യ പഠിച്ചിട്ടുള്ള കുട്ടികളും കൂടി ഇരിക്കുന്നത് കൊണ്ട് ഞാൻ അതിൻ്റെ ആ വശങ്ങളൊന്നും കൂടി പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇടത്തെ കയ്യിൽ ഊന്നിക്കൊണ്ട് വേണം പാണ്ഡ്യ കലാശിക്കാൻ തുടങ്ങുന്നതും കുഴമറിഞ്ഞ കലാശത്തിൻ്റെ നീളം കണക്കാക്കിക്കൊണ്ട് വേണം പാണ്ഡ്യ കലാശിക്കാനും. ഇത് കഴിഞ്ഞാൽ നക്കണ്ണക്കഡ് കണ്ണക്കഡ് കണ്ണക്കഡ് നക്കണ്ണക്കിട്ട് നക്കണ്ണക്കിട്ട് എന്നുകൊണ്ട് ത്രിപുടയിലേക്ക് കിടക്കുകയാണ്. ആ ഭാഗം ഒന്ന് കൊട്ടി കാണിക്കാം. അപ്പോൾ അവിടെ ആരോഹണം അവരോഹണമൊക്കെ കാണിച്ചിട്ട് ഒരു കലാശം എടുത്തിട്ട് അങ്ങോട്ട് കടന്നാൽ മതി. ആ അഡ നന്നകട്ട് കിട്ടട്ടെ 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 കണ്ണ
താളോട്ടം. 2 3 4 അപ്പോൾ പാണ്ടിയുടെ കലാശങ്ങൾ ഈ രീതിയിലാണ് വരുന്നത്.